അതെ, നമ്മുടെ ഫാമിലി തന്നെ ഇപ്പം ഞാനിങ്ങനെ ദുൽഖർ സൽമാൻ്റെ ഭയങ്കര കട്ട ഫാനാണല്ലോ. അപ്പോൾ ഓൾറെഡി എനിക്കിപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഇതുണ്ട്. പുള്ളിയുടെ ഏത് പടം ഇറങ്ങിയാലും അതുപോലെ തന്നെ മുടി വെട്ടും, താടി വെട്ടും, ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ നടക്കുന്നത്. ഇപ്പോഴല്ല, പണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ ഇവിടെ ഈ മീശയുടെ ഇവിടെയും തലമുടി അവിടെ ഇവിടെ 5-6 പോർഷനിൽ നരച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്വന്തപ്പെട്ട ഒരു ഒരു കസിൻ ഇക്കായാണ് പുള്ളി ഇതുപോലെ നമ്മുടെ എൻ്റെ വീട്ടിലെ ഉമ്മയുടെ വാപ്പാട് ചോദിക്കുകയാണ്, ഇവൻ്റെ മുടി അവൻ നരപ്പിച്ചേക്കണെയാണോ? അപ്പോൾ പുള്ളി ചോദിക്കാന്ന് വെച്ചാൽ, അല്ല അവനക്ക് അങ്ങനെ പ്രാന്തമുള്ളതാ. ഇനിയിപ്പോൾ ദുൽഖർ സൽമാൻ പുള്ളിയുടെ മുടി നരച്ചിട്ടുണ്ടല്ലോ, ഇനി അതുകൊണ്ട് പുള്ളി നരപ്പിച്ചാന്ന് ഓർത്ത് പുള്ളി ചോദിച്ചു. ഇങ്ങനെ നമ്മളത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ പ്രായമായിട്ട് നരച്ചാണ്, അത് വേറെ കാര്യം. അപ്പോൾ പുള്ളി ചോദിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുക, അതെന്താ ഇങ്ങനെ ചോദിക്കുക എന്ന് വെച്ചാൽ, ഞാൻ പണ്ടൊരു പഠിക്കുന്ന ടൈമിൽ ഞാൻ ഇതുപോലെ ശരിയാണ് അവർ പറയുന്നതിനും കാര്യമുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി പുള്ളീനെ ആ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സെറ്റ് നടന്നുകൊണ്ടിരുന്നത്. പുള്ളി മുടി വെട്ടിയാലും ആ ഒരു ലുക്കിലാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് പറയാനൊരു ഇതുണ്ട്, അതുകൊണ്ടാണ് അവർ പറഞ്ഞത്. അത് ഇപ്പം ഈ പറഞ്ഞത് ഇപ്പോൾ കൂടിപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ ഇട്ടപ്പോൾ പുള്ളി ഇങ്ങനെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെയൊക്കെ നിർത്തേക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തലമുടി ഇവിടെ അവിടെയൊക്കെ നരച്ചുകൊണ്ട് തന്നെ പുള്ളി ചോദിക്കുകയാണ്, ദുൽഖർ സൽമാൻ നരച്ചുകൊണ്ട് ഞാൻ നരപ്പിച്ചാണെന്ന്. അതെനിക്ക് ചിരി വന്നത്. അങ്ങനെ ഒരു സ്റ്റോറി. ഓക്കെ, അപ്പോൾ ചെറിയൊരു സ്റ്റോറിയല്ല, ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് നമ്മൾ ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഷോർട്ട് ബ്രേക്ക്.